ഇല്ലാത്തത് സൃഷ്ടിച്ചു നൽകുവാൻ ഇന്നും കഴിയും. നിനക്കില്ലാത്തത് ആരും ഇന്നലെ വരെ കാണാത്തത് നിന്റെ ഭവനത്തിൽ ജീവിതത്തിൽ സൃഷ്ടിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. തിരുവചനം പറയുന്നു, ഓ സ്തോത്രം, യോസേഫ് കാരാഗൃഹത്തിൽ വിടുവിക്കപ്പെട്ട് ഫറവോന്റെ മുൻപിൽ നിൽക്കുകയായിരുന്നു. തിരുവചനം വീണ്ടും പറയുന്നു, നെബൂഖദ്നേസർ രാജാവിന്റെ മുൻപിൽ പിൽക്കാലത്ത് ദാനിയേൽ നിൽക്കുകയായിരുന്നു. രണ്ടു പേരുടെ കേസിലും ഓ സ്വപ്നം വ്യാഖ്യാനിച്ചത് നിമിത്തം ഇല്ലാത്ത ഒരു പദവിയെ ദൈവം നിർമ്മിച്ച് നൽകി. ഇല്ലാത്ത ഒരു പദവി രാജാക്കന്മാരിലൂടെ യോസേഫിനും ദാനിയേലിനും ദൈവം നിർമ്മിച്ച് നൽകി എങ്കിൽ നിന്റെ ഓഫീസിന്റെ ഞെരുക്കം ഇന്ന് പകൽക്കാലം എന്നോട് പറയല്ലേ, അവിടെ ഇല്ലാത്ത ഒരു കസേര, ഇല്ലാത്ത ഒരു പദവിയെ നിനക്ക് വേണ്ടി നിർമ്മിച്ച് അതിൽ നിന്നെ ഇരുത്തി നിന്നെ മാറിപ്പാൻ കഴിവുള്ള ദൈവം യഹോവ എലോഹീം, അവൻ സൃഷ്ടാവായ ദൈവമത്രേ. കരങ്ങളിൽ അടിച്ച് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞാണ്. അവൻ സൃഷ്ടികർത്താവ് ദൈവം. പാടി പോകട്ടെ, ശൂന്യം പോകട്ടെ, സകലതും നിറയട്ടെ. ആകാശം ഭൂമിയും ദൈവത്തിന്റെ സൃഷ്ടികൾ നിറഞ്ഞിരിക്കുന്ന പോലെ നിന്റെ ജീവിതം നിറയട്ടെ. സങ്കീർത്തനം 19 അതുകൊണ്ട് അത്രയും സങ്കീർത്തനക്കാരൻ പറയുന്നത്, ആകാശം ദൈവത്തിന്റെ പ്രവൃത്തി വർണ്ണിക്കുന്നു. ആകാശം ഇതാണ് ദൈവത്തിന്റെ കൈവേലയെ പ്രതിഷ്ഠമാക്കുന്നു. ഭൂമിയുടെ പ്രകൃതി പ്രപഞ്ചത്തിന്റെ ശൂന്യത മാറ്റി പാടിനെ മാറ്റിയത് നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറ്റ്. ഇന്ന് പകൽക്കാലം ഒന്നാമതായി ദൈവത്തിന്റെ നാമത്തെ കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സിലാക്ക്, അവസ്ഥ മാറ്റുന്ന ദൈവം. സങ്കീർത്തനം 7:17, 47:2, 97:9 ഈ വാക്യങ്ങൾ സ്തോത്രം ആവർത്തിച്ച് പറയുകയാണ്. അതെ, സ്തോത്രം ദൈവം അത്യുന്നതൻ. വേദപുസ്തകം പറയുന്നു, സ്തോത്രം ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും. ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനും. നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിതത്തിൽ അവൻ എന്നെപ്പോഴും ഉയർന്നിരിക്കട്ടെ. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ഏറ്റവും ഉയർന്ന് ഇരിക്കുന്നവൻ അത്രേ. ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ആയിരിക്കുന്നവൻ അത്രേ ദൈവം. അവൻ ഒരിക്കലും താണ ഇരിക്കത്തില്ല. ഒരു എക്സാമ്പിളോടെ പറയട്ടെ, ദൈവത്തെ മാറ്റി നിർത്തിയാൽ തകർച്ചയാണ്, ദൈവമുണ്ടെങ്കിൽ ഉയർച്ചയത്രേ. വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യരുടെ ടൈറ്റാനിക്കിനെ പണിയുകയുണ്ടായി. വലിയ കപ്പലായിരുന്നു ടൈറ്റാനിക്. വലിയ നീളമുണ്ട്, ഉയർച്ചയുണ്ട്. ഓ നല്ല മെറ്റീരിയൽസ് കൊണ്ട് അത് പണിയുകയുണ്ടായി. അത് പണിയുമ്പോൾ മനുഷ്യൻ എങ്ങനെ പറഞ്ഞു, ദൈവം വിചാരിച്ചാൽ പോലും ഇതിനെ തകർക്കുവാൻ കഴിയത്തില്ല. ദൈവ സൃഷ്ടി ദൈവത്തെ വെല്ലുവിളിച്ച് ഇതാ സ്തോത്രം കപ്പൽ യാത്ര പുറപ്പെട്ടു. എന്നാൽ എന്താ സംഭവിച്ചത്? അതിന്റെ യാത്ര പുറപ്പെട്ട് ദൈവത്തെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോയപ്പോൾ മണിക്കൂറുകൾക്കുള്ളിൽ ഐസ് കട്ട വന്ന് ഇടിച്ചത് നിമിത്തം ഓ സ്തോത്രം കപ്പൽ തകർക്കപ്പെട്ടു. ദൈവം ഇല്ലാതെ പുറപ്പെട്ടത് തകർക്കപ്പെട്ട് ഇന്നും മഹാസമുദ്രത്തിന്റെ അടിത്തട്ടിൽ കിടക്കുകയാണ്. ഓ സ്തോത്രം മണിക്കൂറുകൾക്കുള്ളിൽ, ദിവസം എന്ന് പറയാൻ കഴിയത്തില്ല, ചില മണിക്കൂറുകൾ കൊണ്ട് ടൈറ്റാനിക് മഹാസമുദ്രത്തിന്റെ ആഴത്തിൽ പോയി. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഞാൻ വായിക്കുമ്പോൾ ആൾമോസ്റ്റ് 1 വർഷത്തോളം നോഹയുടെ പെട്ടകം വെള്ളത്തിന് മുകളിലൂടെ, നോഹയുടെ പെട്ടകം ഏകദേശം 1 വർഷത്തോളം വെള്ളത്തിന് മുകളിൽ ഒഴുകി നടന്ന് ഓ സ്തോത്രം അത് മുങ്ങിയില്ല. കാരണം അത് ദൈവത്തിന്റെ പദ്ധതി. അത് മുങ്ങിയില്ല കാരണം അത് ദൈവത്തിന്റെ ഡിസൈൻ. അത് ദൈവത്തിന്റെ പദ്ധതി, ദൈവത്തിന്റെ ഡിസൈൻ ആയതുകൊണ്ട് അത് മുങ്ങിയതേ ഇല്ല. ഈ ദിവസം ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച്, ദൈവത്തിന്റെ ഡിസൈൻ അനുസരിച്ച് ദൈവത്തെ മുൻനിർത്തി കർത്താവ് യേശുവിന്റെ പിന്നാലെ പോകുന്നവൻ അവൻ ഒരിക്കലും സ്തോത്രം അതെ അവൻ ഒരിക്കലും മുങ്ങുകയില്ല. ആ വെള്ളം പൊങ്ങിയപ്പോൾ ആ പെട്ടകം ഉലഞ്ഞവരെ, ഉലഞ്ഞ ദൈവമൈതലേ, നീ മനസ്സിലാക്കണം, നീ ഉയരുവാൻ വേണ്ടിയാണ് നീ ഉലഞ്ഞത്. നീ ഉടയുവാൻ വേണ്ടിയല്ല, നീ ഉയരുവാൻ വേണ്ടിയത്രേ നീ ഉലയ്ക്കപ്പെട്ടത്. ഓ സ്തോത്രം, ദൈവം ഇല്ലാത്ത ടൈറ്റാനിക് സമുദ്രത്തിന്റെ ആഴത്തിൽ കിടന്നപ്പോൾ ദൈവത്തിന്റെ ഡിസൈനായ നോഹയുടെ പെട്ടകം പർവ്വതത്തിന്റെ ഉയരത്തിൽ അത് ഉറച്ചു. അരരാത്രി പർവ്വതത്തിന്റെ ഉയരത്തിൽ അത് ഉറച്ചു. ഉലയുന്നവരെ, എവിടെയോ ഉയരങ്ങളിൽ നീ ഉറയ്ക്കുവാൻ പോകുന്നു. എവിടെയോ ഉയരങ്ങളിൽ നീ ഉറയ്ക്കുവാൻ പോകുന്നു. ശബ്ദമുയർത്തി വായി തുറന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തെ ആരാധിച്ചാട്ടെ. ഉയരങ്ങളിൽ നീ ഉറയ്ക്കുവാൻ പോകുന്നു. ഓ ഹല്ലേലൂയ. ഉയർന്നിരിക്കുന്നവൻ, ഉന്നതൻ, ശാശ്വതവാസി,
പരിശുദ്ധൻ അവന്റെ തക്ക സമയത്ത് ഉയർത്തുന്ന ബലമുള്ള കരത്തിൽ നിന്നെ ഉയർത്ത്. നിന്റെ ഭാവിക്ക് ഉയർച്ചയുണ്ട്, നിന്റെ ജീവിതത്തിന് ഉയർച്ചയുണ്ട്, വരുമാനത്തിന് ഉയർച്ചയുണ്ട്, ജോലിയിൽ ഉയർച്ചയുണ്ട്, നാട്ടിലും വീട്ടിലും നിനക്ക് ഉയർച്ചയുണ്ട്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത്, ദൈവത്തിൽ നിന്നത്രേ ഉയർച്ച വരുന്നത്. ഒബേദോദോമിന്റെ വീട്ടിൽ ദൈവത്തിന്റെ പെട്ടകം ഇരുന്ന പോലെ ക്രിസ്തു യേശു നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ട്. അവൻ അളവ് കൂടാതെ നിങ്ങളെ അനുഗ്രഹിപ്പാൻ പോകുന്നു. ദൈവത്തിന്റെ തൃക്കരം തൊട്ട് നിന്റെ ശരീരത്തിന്റെ ബലഹീനതകളെ മാറ്റി, ശൂന്യതകളെ മാറ്റി ദൈവം നിങ്ങളെ നിറയ്ക്കുവാൻ പോകുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നാളത്തോട് ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല കർത്താവേ, ഇന്ന് പകൽക്കാലം അങ്ങയുടെ വചനം കേട്ട നിന്റെ കുഞ്ഞുങ്ങൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ധന്യനായ കർത്താവിന്റെ വിലയേറിയ സാന്നിധ്യം നിന്റെ മക്കളുടെ മേൽ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ വ്യാപരിപ്പാൻ തക്കൂടെ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ജീവിതത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന സകല വിഷയങ്ങൾക്കും അവിടുന്ന് മറുപടി നൽകി അവിടുന്ന് മാനിക്കും. ഈ പുതിയ വർഷം അവരുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായമാകട്ടെ, പുതിയൊരു നിറവിൻ്റെ അധ്യായമായി, അനുഗ്രഹത്തിൻ്റെ അതേ അധ്യായമായി കർത്താവ് ഈ വർഷത്തെ ഈ 2009 ഓരോ വ്യക്തികൾക്ക് ഓരോ കുടുംബങ്ങൾക്ക് അവിടുന്ന് നൽകി അവിടുന്ന് മാനിക്കുവാൻ തക്കോണം പ്രാർത്ഥിക്കുന്നു. ഹബക്കൂക്ക് പ്രാർത്ഥിച്ചതുപോലെ, യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ അങ്ങയുടെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുമ്പേ അവിടുന്ന് വെളിപ്പെടുത്തണമേ. കഴിഞ്ഞ വർഷങ്ങളിൽ കാത്തിരുന്ന സകല വ്യക്തികൾക്കും ദൈവകൃപയാൽ മറുപടിയുടെ വർഷങ്ങളാക്കി, വിടുതലിന്റെ നാളുകളാക്കി ഈ നാളുകൾ തീർക്കും. ഈ ദിവസം ഇപ്പോൾ രോഗികളായി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കായി പ്രാർത്ഥിക്കുന്നു. അവർ അനുഭവിക്കുന്ന സകല രോഗത്തിൻ്റെ ശക്തികളെ, എല്ലാ ബലഹീനതകളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. എല്ലാ നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. എല്ലാ ഡിപ്രഷൻ നിമിത്തം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ വിടുവിക്കും ജീസസ്. സൗഖ്യമാക്കുന്ന കൃപയ്ക്കാണ് നന്ദി. എല്ലാ TB രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. ആ TB രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ വാരിയലിന് സംബന്ധമായ തകരാറ് ഏറ്റിരിക്കുന്ന, വാരിയലിന് റിപ്സിനേറ്റിരിക്കുന്ന എല്ലാ കുഴപ്പങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. താങ്ക് യു ജീസസ്. അവരങ്ങനെ ഉള്ളവരവിടുന്ന് വിടുവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ സൈനസ് യേശുവിൻ്റെ നാമത്തിൽ ക്ലീനപ്പ് ആകട്ടെ, സൗഖ്യമാക്കും, വിടുവിക്കും. താങ്ക് യു ജീസസ്. LC എന്ന പേരുള്ള ഒരു മാതാവ് ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുന്നു. LC ദൈവിക സൗഖ്യം പ്രാപിക്കുക. താങ്ക് യു ജീസസ്. കൈ ഉയർത്തുവാൻ കഴിയാതെ ബലഹീനതയായിരിക്കുന്ന ഒരു സഹോദരനുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്നു. താങ്ക് യു ലോർഡ്. ആൽബർട്ട് എന്ന പേരുള്ള ഒരു സഹോദരനെ കർത്താവ് ബലപ്പെടുത്തുകയാണ്. താങ്ക് യു ലോർഡ്. ദൈവിക ബലം നിന്റെ മേൽ കടന്നു വരുന്ന എല്ലാ ക്ഷീണങ്ങൾ, ബലഹീനത വിട്ടുമാറുന്നു. നന്ദി കർത്താവെ. എല്ലാ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ മറയുന്നു. ക്യാൻസറിൻ്റെ മുഴകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ഈ ജനത്തെ സൗഖ്യമാക്കും. പൂർണ്ണമായ ദൈവിക സൗഖ്യം, വിടുതലും അവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ തന്നെ അവിടെ നയിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. എല്ലാ ബലഹീനത മാറ്റി അവിടെ സൗഖ്യമാക്കുന്ന കൃപയ്ക്കാണ് എല്ലാ മഹത്വമയക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അതേ സഹോദരങ്ങളെ, കർത്താവ് നിങ്ങളെ തൊട്ടു, അവൻ നിങ്ങളെ സൗഖ്യമാക്കി. പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. വീണ്ടും ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യുമാറാകട്ടെ. എന്തെങ്കിലും പ്രാർത്ഥനാപേക്ഷയുണ്ടെങ്കിൽ ഞങ്ങളെ എഴുതി അറിയിപ്പാൻ മറക്കരുത്. ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 801, പോസ്റ്റ് ബോക്സ് നമ്പർ 801, തിരുവനന്തപുരം 3. ഞങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ അതെ ഇപ്പോൾ തന്നെ വിളിക്കുക. 0412732273 അല്ലെങ്കിൽ മൊബൈൽ നമ്പർ 9447830604. അടുത്തയാഴ്ച ഇതേ നേരം ഇതേ സമയം വീണ്ടും കാണുവരെ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. മാറാത്ത യേശുവിന്റെ മാറ്റമില്ലാത്ത വചന സന്ദേശവുമായി ബ്രദർ സുരേഷ് ബാബു. ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവിക ദൂതുകൾ, ദൈവിക രോഗശാന്തി, ക്രിസ്തുവിൽ നിങ്ങളെ വളർത്തുന്ന ദൈവിക ആലോചനകൾ, നിങ്ങൾക്ക് വ്യക്തിപരമായ പ്രാർത്ഥനകൾ, ഈ ആരാധനായോഗങ്ങളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാ ഞായറാഴ്ചയും 3 മുതൽ 5 വരെ പോളിയോ ഹോം ഹാൾ, LMS കോമ്പൗണ്ട്, തിരുവനന്തപുരം. എല്ലാ ചൊവ്വാഴ്ചയും 5:30 മുതൽ 8:30 വരെ പഞ്ചായത്ത് അസോസിയേഷൻ ഹാൾ, വെള്ളയമ്പലം, ട്രിവാൻഡ്രം. വിശ്വാസത്തോടെ കടന്നു വരിക. യേശു നിങ്ങൾക്കായി ഒരു വലിയ അത്ഭുതം ചെയ്യും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഈ മിനിസ്ട്രിയെ സാമ്പത്തികമായി സഹായിക്കുവാൻ താല്പര്യമുള്ളവർ ചെക്കായോ ഡ്രാഫ്റ്റായോ ഈ വിലാസത്തിൽ അയക്കുക. ഞങ്ങളുടെ വിലാസം: ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 801, ട്രിവാൻഡ്രം 3. ഫോൺ 0471-272-5273 അല്ലെങ്കിൽ 272-5274. മൊബൈൽ 9447830604. ഇമെയിൽ suresh@torchoftruthindia.org. പരിശുദ്ധൻ പരിശുദ്ധൻ യേശു, പരമോന്നതനാം യേശു,
ആരാധിക്കാൻ യോഗ്യനാം യേശു, ആദ്യനും അന്ത്യനും യേശു. പരിശുദ്ധൻ പരിശുദ്ധൻ യേശു, പരമോന്നതനാം യേശു. ആരാധിക്കാൻ യോഗ്യനാം യേശു, ആദ്യനും അന്ത്യനും യേശു. യേശു 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 യേശു. ജ്ഞാനത്തിൻ പ്രഭുവാം യേശു, പരിജ്ഞാന തികവാം യേശു, വിവേകത്തിൻ അധിപതി യേശു, ഭക്തിയിൽ പൂർണ്ണനാം യേശു, ബലത്തിൻ രാജാവേശു, ആലോചന ഉറവിടം യേശു, ബലത്തിൻ രാജാവേശു, ആലോചന ഉറവിടം യേശു. യേശു യേശു